ഏത് ഏജൻസി അടി ആഡ് ഫിലിം ഷൂട്ട് ചെയ്യുന്നത്? അല്ല, ആ ഫ്രെയിമിന്റെ പേരെന്താ? ഞാൻ വേണേ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. വിശ്വസിക്കാവുന്ന ആളുകളാണോ നമ്മൾ അറിയണമല്ലോ. അത് പിന്നെ എന്നെ അവരുമായി കണക്ട് ചെയ്തത് സനുവേടത്തിയ ശ്രീയേട്ടാ. ഏട്ടത്തിയുടെ കെയർ ഓഫിൽ വന്ന പ്രൊജക്റ്റാ ഇത്. എന്നിട്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ സനു. അത് ഏട്ടത്തി പറയാൻ വിട്ടുപോയതായിരിക്കും ശ്രീയേട്ടാ. അതെ അതെ. നീ എന്തായാലും അവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് ചോദിക്കുക. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ ശ്രീകുട്ടനൊന്ന് നോക്കട്ടെ. ഏട്ടത്തി ആ ആഡ് ഫിലിം കമ്പനിയുടെ പേരെന്താണെന്ന് പറഞ്ഞേ? ഇവന്റ് സൊല്യൂഷൻസ്. അല്ല ശ്രീ, അത് ഫോണിലൊന്നും സെർച്ച് ചെയ്താൽ കിട്ടില്ല. അതൊരു പുതിയ കമ്പനിയാ. അവരുടെ ആദ്യത്തെ പ്രോജക്റ്റാ ഇത്. അപ്പോ സനുമോൾക്ക് അറിയാവുന്ന ആളുകളാണല്ലേ? അതെ അച്ഛാ. എന്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഷെറിനില്ലേ, ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ, അവളുടെ കസിന്റെ കമ്പനിയാ. അവരുടെ ഈ പ്രോജക്റ്റിന് ഞാനാ നന്ദുവിനെ റെക്കമെൻഡ് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും സനുമോളുടെ പരിചയക്കാരല്ലേ? എത്ര ദിവസത്തെ പരിപാടിയാന്നാ പറഞ്ഞത്? അതൊരു 3 ദിവസമെങ്കിലും എടുക്കും അച്ഛാ. അല്ല ഏട്ടത്തി? അതെ. അങ്ങനെയാണെങ്കിൽ നന്ദുവിന് കൂട്ടായിട്ട് നീയും കൂടി പോയിക്കോ. അമ്മ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? നന്ദുവിന് അവിടെ ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ അങ്ങനെയാട്ടെ. നീ എന്താ രാവിലെ തന്നെ ഈ വഴിക്ക്? ഒന്ന് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാ. അതെന്താ പതിവില്ലാതെ? എന്താ വിശേഷം? വിശേഷമൊന്നും ഉണ്ടായിട്ടില്ല. മനസ്സിനൊരു സമാധാനം ഇല്ല, അതുകൊണ്ടാ. ഗിരിയായിട്ട് പിന്നെയും തല്ലുകൂടി കാണും അല്ലേ? ഏയ്, അതൊന്നുമല്ല സ്നേഹ. എന്റെ സുമി, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, ഈ സൺലൈറ്റും തുണിയും തമ്മിലുള്ള ബന്ധം പോലെ ആയിരിക്കണം. എപ്പോഴും കെയറിങ് ആൻഡ് വൈബ്രന്റ്. അത് നീ വിചാരിച്ച ഈസി ആയിട്ട് നടക്കാവുന്നതേ ഉള്ളൂ. ഏയ്, ഗിരിയുടെ കാര്യത്തിൽ എനിക്കിപ്പോ ഒരു ടെൻഷനും ഇല്ല സ്നേഹ. ഗിരി മലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാ ആ വീട്ടിലുണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി ഓർത്തിട്ടാണ് എന്റെ ടെൻഷൻ മുഴുവനും. അങ്ങനെ ഒരു പൊട്ടിത്തെറി എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടായില്ലേ പറ്റുള്ളൂ സുമി. അറിയുന്ന സത്യങ്ങള് നമുക്ക് പുറത്തു കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഗിരിയെ അധികാലം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാനായിട്ട് സമ്മതിക്കില്ല ഞാൻ അവരെ. അല്ല, നീ മെഷീൻ വാഷിന്റെ ലിക്വിഡ് തന്നെയാണോ ബക്കറ്റ് വാഷിന് ഉപയോഗിക്കുന്നത്? ആര് പറഞ്ഞു സൺലൈറ്റ് ലിക്വിഡ് മെഷീൻ വാഷിന് മാത്രം ഉള്ളതാണെന്ന്? ഇത് ബക്കറ്റ് വാഷിനും ഒരുപോലെ നല്ലതാണ്. തുണികൾക്ക് ബക്കറ്റ് വാഷിലും നല്ല HD ബ്രൈറ്റ്നസ് കിട്ടും. ഓ, ദൈവമായിട്ടാണ് നിന്റെ മുന്നിൽ ഈ സത്യങ്ങളെല്ലാം ഇങ്ങനെ തുറന്നു കാണിച്ചിരുന്നത്. അനുരാധയുടെയും നിതീഷിന്റെയും മുഖം മൂടിയൊക്കെ അഴിഞ്ഞു വീഴുന്ന ഒരു ദിവസം വരും. ഗിരിയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ കടമ്പ. ഗിരി അത്രയ്ക്ക് കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് അവരെല്ലാരും. എന്തായാലും നീ അമ്പലത്തിലേക്കല്ലേ? ഗിരിക്ക് സത്യങ്ങള് കണ്ണും മനസ്സും തുറന്ന് കാണാനുള്ള കഴിവ് കൊടുക്കണേന്ന് നീ മനസ്സുരുകി ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. എല്ലാം ശരിയാവുന്നേ. സാറെന്താ ഈ വേഷത്തില്? അറിയില്ല.
ഗുഡ് മോർണിംഗ് സർ. സ്വാമി ശരണം. ഇപ്പൊ കാര്യം പിടികിട്ടിയില്ലേ? സാറ് മലയ്ക്ക് പോവാൻ മാലയിട്ടിരിക്കുക. സ്വാമി ശരണം. സ്വാമി ശരണം. എന്താടാ ഇത്? എന്ത്? നീ ശബരിമലയ്ക്ക് പോവാൻ മാലയിടുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അത് നിന്നെ കൊണ്ട് വ്രതം എടുപ്പിക്കാൻ വേണ്ടി സുമിത ചെയ്ത പണിയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിന്റെ പേരിൽ നീ ഇത്രയും വലിയൊരു വേഷം കെട്ട് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വേഷം കേട്ടോ? എടാ, കന്യ അയ്യപ്പനായി ശബരിമലയ്ക്ക് പോകാൻ വ്രതം എടുക്കുന്ന ഒരാൾ ചെയ്യുന്നതല്ലേ ഇതൊക്കെ? അതെ, അതൊക്കെ സാധാരണക്കാര കാര്യമല്ലേ. നീ അങ്ങനെയാണോ? നീ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ തലവനല്ലേ? കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ തലവന് ഭക്തി പാടില്ല എന്നുണ്ടോ? നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. സർ, രാവിലെ നമ്മുടെ ഒരു ടീം മീറ്റിംഗ് പറഞ്ഞിരുന്നു. അതിനെല്ലാരും റെഡിയാണ്. ആണോ? സാറ് വന്നാൽ ഞാൻ എപ്പോഴേ റെഡി. കമോൺ. മീറ്റിംഗ് റെഡിയാണ്. ഇനിയിപ്പോഴേ നമ്മുടെ മീറ്റിംഗ് കഴിയുമ്പോ ഹരിവരാസനം പാടേണ്ടി വരുമോ? അവിടെ ഇരിക്കട്ടെ. ദാമോദരൻ പോയിക്കോ. നമ്മുടെ പ്ലാനുകൾ ഓരോന്നായിട്ട് അവള് പൊളിക്കുകയാണല്ലോ. എല്ലാം പോട്ടെ, നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്ന എന്തിനാണെന്ന് പോലും ഓർക്കാതെ മുന്നിൽ വന്ന അവസരം ഇവനായിട്ടൊന്ന് തട്ടിക്കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് കലി വരുന്നേ. ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മയെ പറയുന്നേ? വ്രതം എടുത്ത് മാലയിട്ടതിന്റെ പേരിൽ ഓഫീസ് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ ഗിരി നിന്നോട് പറഞ്ഞല്ലേ? കമ്പനിക്കകത്ത് ഒന്ന് ചൂടുറപ്പിക്കാൻ ഗിരിയായിട്ടൊരു അവസരം നിനക്ക് വച്ചു നീട്ടിയതല്ലേ? അതുപോലെ നീ തട്ടിത്തെറിപ്പിച്ചില്ലേ? അതെ, എന്തൊരു മണ്ടത്തിലാ നിതീഷേട്ടാ കാണിച്ചേ. നേരാ, നല്ലൊരു അവസരമായിരുന്നു, കളഞ്ഞു കുടിച്ചു. അവന്റെ ഒരു മുടിഞ്ഞ യാത്ര. അല്ല, എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? 10 പുത്തനുണ്ടാക്കാനുള്ള അവസരം ഉപയോഗിക്കാതെ നീ ഇങ്ങനെ ടൂറടിച്ച് നടന്നു. നിതീഷേട്ടന് അസൗകര്യമാണെങ്കിൽ പിന്നെ ഗിരിയേട്ടനൊരു സഹായത്തിന് ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ ഞാൻ വേണമെങ്കിൽ കിഷോറേട്ടനോട് വരാൻ പറയാം. തൽക്കാലം വേണ്ട. ഇവിടുത്തെ കാര്യം നോക്കാൻ ഞാനുണ്ട്. ഓരോത്തിന് അമ്പ്യങ്ങളും. കിഷോറാളിന്റെ ആവശ്യം വരുമ്പോ ഞാൻ പറയാം. ഗിരി ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട സ്ഥിതിക്ക് ഇനി വ്രതം നോക്കിയല്ലേ അവന് ജീവിക്കാൻ പറ്റൂ. നമ്മുടെ പിടിയിൽ നിന്നും ഗിരിയെ അടർത്തിയെടുത്താൻ അവള് ചെയ്ത പണി കൊള്ളാം. കുരുട്ടു ബുദ്ധിയാ ആ സുമിതയുടെ തല മുഴുവൻ. ആയിക്കോട്ടെ, തൽക്കാലം ഗിരിയുടെ ഈ വ്രതം നോക്കലും ശബരിമലയ്ക്ക് പോക്കും ഒക്കെ നമുക്കെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാലോചിക്ക്. അല്ല, ശബരിമലയ്ക്ക് പോവാൻ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ സംസർഗം പാടില്ല എന്നല്ലേ? പിന്നെ രാത്രി കിടപ്പ് ഒന്നിച്ചല്ലാന്നേ ഉള്ളൂ. പകല് മുഴുവൻ നമ്മളെ ആ ഏരിയയിലോട്ട് അടുപ്പിക്കാതെ ഗിരിയേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കുന്നത് അവള് തന്നെയല്ലേ? അതല്ലേ ഞാനീ പറഞ്ഞു വന്ന്. വ്രതം എടുത്ത് നടക്കുന്ന ഗിരിയെ പകല് മുഴുവൻ ഈ സുമിത തൊട്ടുരുമി നടന്നിട്ട് രാത്രി മാത്രം മാറിക്കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? സത്യത്തിൽ അവന്റെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ഒരാളാ കൂടെ വേണ്ടത്, അല്ലാതെ സുമിതയല്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിതീഷേട്ടനും കൂടെ മാലയിട്ട് വ്രതം എടുത്ത് ഗിരിയേട്ടന്റെ കൂടെ പോക്കോ. ഞാനോ? അതിനെന്താ കുഴപ്പം? അത് മതി, അത് മതി. ഒരു കാര്യം ചെയ്, അമ്പ്യങ്ങളിനാവുമ്പോ വ്രതം എടുക്കാതിരുന്നോണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്കിള് മാലയിട്ട് വ്രതം എടുത്തോ, എന്നിട്ട് ഗിരിയേട്ടനോട് മലയ്ക്ക് വെക്കോ. അതായിരിക്കും നല്ലത്. ഇനി നിന്നാ എനിക്ക് വൈകും. അത് ശരിയാ. സുമിതയെ അകറ്റി നിർത്താൻ അത് തന്നെയാ ഏറ്റവും നല്ല മാർഗം. അല്ലേ ചേച്ചി, എനിക്ക് ഈ ചെരുപ്പിടാൻ നടക്കാൻ ഒന്നും പറയണ്ട. എത്രയും പെട്ടെന്ന് മാലയിട്ട് വ്രതം എടുക്കാൻ നോക്ക്. നിങ്ങളുടെയൊക്കെ തീരുമാനം അതാണെങ്കിൽ പിന്നെ അങ്ങനെ നടക്കട്ടെ. എനിക്ക് പിന്നെ ടൂറും ചുറ്റിക്കളിയും ഒന്നും ഇല്ലാത്തോണ്ട് മാലയിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഗിരിയെയും സുമിതയും തമ്മിൽ പിരിക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ട് ആ പോയവന്റെ
അവന്റെ കൈവെള്ളയിലിരിപ്പുണ്ട്. കരിമല കയറ്റം കഠിനമന്റെ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ. സുമിതയും ഗിരിയെ അകറ്റാനുള്ള തുറുപ്പ് ചീട്ടോ? എന്താ അമ്പിയാ പറഞ്ഞതിന്റെ അർത്ഥം? ഹാ, ആർക്കറിയാം. സ്വാമി ശരണമയ്യപ്പ. ഓക്കെ, താങ്ക് യു. വെൽക്കം മാം. ഒരെണ്ണ വാങ്ങിയോളൂ. അതെ സർ. ചേച്ചി. അമ്പിസ്വാമി ഇരിക്കും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കമ്പനി നേട്ടങ്ങൾ കൈവരിച്ച് മുന്നോട്ട് നീങ്ങുന്നതിന്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ എല്ലാമായ ഗിരിസാറ് നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. സ്വാമി ശരണം. സത്യത്തിൽ ഒരു കമ്പനിയുടെ അന്തരീക്ഷമല്ല ഇന്നിവിടെ ഉള്ളത്, ഒരു കുടുംബാന്തരീക്ഷമാണ്. നമ്മളെല്ലാവരും സത്യത്തിൽ ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഔപചാരികമായ വാക്കുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങിയാൽ SS ഗ്രൂപ്പ് ഇനിയും ഉയരങ്ങളിൽ എത്തുമെന്നുള്ളതിന് എനിക്ക് ഒരു സംശയവുമില്ല. സോ ഫ്രണ്ട്സ്, പ്ലീസ് എൻജോയ് ദ ലഞ്ച്. എന്നാ നമുക്ക് എല്ലാവർക്കും കഴിച്ചാലോ? അയ്യോ, ഞാൻ വെജാണ്. എന്താടോ നോക്കി നിൽക്കുന്നത്? വെജിറ്റേറിയൻ എടുത്തോണ്ട് വാ. സർ, അത് അറേഞ്ച് ചെയ്തിട്ടില്ല. വെജിറ്റേറിയൻ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടില്ലെന്നോ? ഹൗ റെസ്പോൺസിബിൾ. ആരാ ഇന്നത്തെ കാറ്ററിംഗ് കാര്യമൊക്കെ സെറ്റ് ചെയ്തത്? പോട്ടെ നിതീഷേ, അതൊന്നും സാരമില്ല. ഐ എം ഓക്കെ. ടെൻഷൻ ആവണ്ട. ഗിരിക്ക് എന്താണോ വേണ്ടത് നമുക്ക് ഇപ്പൊ തന്നെ അത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാലോ. മലയ്ക്ക് പോവാൻ മാല ഇട്ടു പോയതിന്റെ പേരിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള അവസരം പോലും നിനക്ക് ഇല്ലാതായി പോയല്ലോ മോനെ. അത് തന്നെയല്ലേ ഞാനും ഈ പറയുന്നത്. ഇപ്പൊ അത്യാവശ്യമായിട്ട് ഈ വ്രതം എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? നിർബന്ധിച്ച് വ്രതം എടുപ്പിച്ചവർക്ക് ഒന്നും അറിയണ്ടല്ലോ. നിങ്ങളിപ്പോ ആരും വെറുതെ ടെൻഷൻ ആവണ്ട. എനിക്കൊരു ജ്യൂസോ മറ്റോ മതി. ശരി, ഞാനിപ്പോ തന്നെ ഓർഡർ ചെയ്യാം. സ്വാമി, നാന്തരം ചിക്കൻ. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ എല്ലാവരും കഴിക്കേ. അങ്ങനെ കഴിക്കും. ജ്യൂസ് വരും. സുമി, വരൂ, ഊണ് കഴിക്കാം. ശരിയായല്ലോ.
സുമി, ഇത്രയും നല്ലൊരു സദ്യ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. സൂപ്പർ. ഇത്രയും കാലവും ഗിരിയുടെ നാവിനെ പിടിച്ചോണ്ടിരുന്ന രുചി നോൺ വെജിന്റെ അല്ലായിരുന്നോ? അതാ കാര്യം. അന്ന് നാച്ചുറോപ്പതി സെന്ററിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ ഗിരിക്ക്? നാളെ മുതല് പാവയ്ക്ക ജ്യൂസും കഞ്ഞിവെള്ളമൊന്നും മാത്രമല്ല, നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ട്. ഭക്ഷണത്തിനോട് ഗിരിക്ക് ഒട്ടും മടുപ്പ് വരാത്ത രീതിയിൽ ഞാൻ എല്ലാം ഉണ്ടാക്കി തന്നോളാം. പോരെ? ഈ നിയന്ത്രണമേ ഭക്ഷണകാര്യത്തിൽ മാത്രം പോരാട്ടോ, ഗിരിയുടെ മുൻകോപം കൂടി നിയന്ത്രിക്കണം. സ്വാമിമാരായാല് ആരെയും ചീത്ത വിളിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല. ആയിക്കോട്ടെ, ഇനി അങ്ങോട്ട് സൂക്ഷിച്ചോളാമേ. കഴിക്കേ, പായസം ഉണ്ട് ഇനി. ജ്യൂസ് എങ്കിൽ ജ്യൂസ്. ആഹാ, അതൊക്കെ ബാക്കിലോട്ട് വെച്ചിട്ടേ വേഗം കേറ്. ഇപ്പഴാ നീ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായത്. അച്ഛനെ എന്തു പറഞ്ഞ് സമ്മതിപ്പിച്ചു? തലങ്ങും വിലങ്ങും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കാണുമല്ലോ. പിന്നെ ചോദിക്കാതെ? ഭാഗ്യത്തിനെ എനിക്കൊന്നിനും ഉത്തരം പറയേണ്ടി വന്നില്ല. എനിക്കൊരാളുടെ സപ്പോർട്ട് കിട്ടിയല്ലോ. ആരുടെ? അത് കേൾക്കുമ്പോഴാ നിധിയേട്ടൻ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. വേറെ ആരുമല്ല എന്നെ സഹായിച്ചത്, നമ്മുടെ സ്വന്തം സനുവെടുത്തിയ. എന്താ നിധിയേട്ടാ, എന്തു പറ്റി? പെട്ടെന്നാകെ മൂഡ് ഓഫ് ആയല്ലോ. നീ വരുന്നത് എന്റെ ഒപ്പാണെന്ന് സനുവിന് അറിയാല്ലേ? ആ, അത് ഞാൻ തുറന്നു പറഞ്ഞല്ലോ. വേണ്ടായിരുന്നു. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം സനുവേട്ടത്തിക്ക് അറിയില്ലെന്നാണോ നിധിയേട്ടൻ വിചാരിച്ചിരിക്കുന്നത്? കാര്യങ്ങളൊക്കെ ഏട്ടത്തിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇത് മാത്രം എന്തിനാ വെറുതെ മറച്ചു വെക്കുന്നത്? താങ്ക് യു. വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. എല്ലാരും കൂടി ഇത് എവിടെ പോയതാ? ഹലോ മോളെ സുമി. ആച്ചാ, നിങ്ങളിത് എവിടെ പോയി? വീട് പൂട്ടി കിടക്കാണല്ലോ. നീ അങ്ങ് എത്തിയോ? ഞങ്ങളൊന്ന് ട്രഷറി വരെ വന്നതാ എന്റെ പെൻഷൻ വാങ്ങാൻ. തിരിച്ചു പോകുന്ന വഴി നിന്റെ അമ്മയ്ക്ക് എന്തോ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എപ്പോഴെത്തുക? ഇതാ കഴിഞ്ഞു, അരമണിക്കൂർ അതിനുള്ളിലെത്തും. താക്കോല മാറ്റിന്റെ അടിയിലുണ്ട്. ആ, എനിക്കറിയാം, ഞാൻ എടുത്തോളാം. എന്നാ മോളെ അകത്ത് കയറിയിരിക്ക, ഞങ്ങൾ ഇതാ വന്നു. ശരി അച്ഛാ.